യുഎഇയിൽ ഫ്ലൂ സീസൺ വീണ്ടും സജീവമാകുന്നു. ഇത് രണ്ടാം ഘട്ടമോ അല്ലെങ്കിൽ നീണ്ടു നിൽക്കുന്ന സീസണോ ആകാമെന്നാണ് ഡോക്ടർമാർ മുന്നറിയിപ്പ് നൽകുന്നത്. പനി, ചുമ, ക്ഷീണം തുടങ്ങിയ ലക്ഷണങ്ങളുമായി കൂടുതൽ രോഗികൾ എത്തുന്നുണ്ട്. യുഎഇയിൽ ഡിസംബറിനെ അപേക്ഷിച്ച് ജനുവരി മാസത്തിൽ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നവരുടെ എണ്ണത്തിൽ ഗണ്യമായ വർധനവ് നേരത്തെ രേഖപ്പെടുത്തിയിരുന്നു. ശൈത്യകാലത്തിന്റെ പാരമ്യവും പുതുവത്സരാഘോഷങ്ങളിലെ ഒത്തുചേരലുകളും വിദേശയാത്രകൾ കഴിഞ്ഞ ആളുകൾ തിരിച്ചെത്തിയതുമെല്ലാം രോഗവ്യാപനത്തിന്റെ പ്രധാന കാരണങ്ങളായിരുന്നു. ജനുവരിയിൽ സ്കൂളുകൾ റീഓപ്പൺ ചെയ്തതോടെ കുട്ടികൾക്കിടയിലും അണുബാധകൾ വേഗത്തിൽ പടരുന്നുണ്ടായിരുന്നു. 10 രോഗികളിൽ 8 പേർക്കും ഇൻഫ്ലുവൻസ ലക്ഷണങ്ങൾ കാണപ്പെടുന്നു എന്നത് സ്ഥിതിയുടെ ഗൗരവം കൂടുതൽ വ്യക്തമാക്കുന്നതാണ്. പ്രായമായവർ, ചെറിയ കുട്ടികൾ എന്നിവരിൽ ഈ രോഗം കൂടുതലായി കാണപ്പെടുന്നുണ്ട്. ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിലും പ്രത്യേകിച്ച് യുണൈറ്റഡ് സ്റ്റേറ്റ്സിലുമെല്ലാം ഇൻഫ്ലുവൻസ കേസുകൾ വർദ്ധിച്ചതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഫ്ലൂ സീസൺ സാധാരണയായി 2 ഘട്ടങ്ങളിലൂടെയാണ് ഉണ്ടാകുന്നത്. ഇൻഫ്ലുവൻസ എ സാധാരണയായി ഡിസംബർ മുതൽ ജനുവരി വരെയും ഇൻഫ്ലുവൻസ ബി ഫെബ്രുവരി മുതൽ ഏപ്രിൽ വരെയുമാണ് കൂടുതലായി കാണപ്പെടുന്നത്. ഈ പാറ്റേൺ കാരണം സീസണിന്റെ തുടക്കത്തിൽ രോഗം വരാതെ രക്ഷപ്പെട്ടവർക്കും ഇപ്പോൾ രോഗം വരാൻ സാധ്യതയുണ്ട്. യുഎഇയിലും ലോകമെമ്പാടും ജനുവരിയുടെ അവസാനത്തിലും ഫെബ്രുവരിയിലും ഫ്ലൂ സീസൺ ആണ്. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ഏറ്റവും കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്ന സമയമാണിത്. സാമൂഹിക ഇടപെടലുകൾ കാരണം നേരത്തെ കേസുകൾ വർദ്ധിച്ചിരുന്നു. കേസുകൾ വർദ്ധിച്ച സാഹചര്യത്തിൽ ആവശ്യമായ മുൻകരുതലുകൾ എടുക്കണം. ഈ സീസൺ നീണ്ടു നിൽക്കുന്നതിന് പിന്നിൽ പല കാരണങ്ങളുണ്ട്. കാലാവസ്ഥ, കൂടുതൽ സമയം വീടിനുള്ളിൽ ചെലവഴിക്കുന്നത്, യാത്രയ്ക്ക് ശേഷമുള്ള ഒത്തുചേരലുകൾ, വാക്സിനേഷൻ കവറേജ് കുറഞ്ഞത് എന്നിവയൊക്കെയാണ് പ്രധാന കാരണങ്ങൾ. വാക്സിനേഷൻ എടുക്കുക, രോഗലക്ഷണങ്ങൾ കാണുമ്പോൾ വീട്ടിൽ കഴിയുക, പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനായിട്ട് നല്ല ഉറക്കവും നല്ല ഭക്ഷണവും ഉറപ്പാക്കുക, രോഗികളായ കുട്ടികളെയോ മുതിർന്നവരെയോ ഒക്കെ സ്കൂളിലേക്കോ ജോലി സ്ഥലത്തേക്കോ അയക്കാതിരിക്കുക എന്നിവയൊക്കെയാണ് ഇപ്പോൾ സ്വീകരിക്കാവുന്ന ഏറ്റവും ഫലപ്രദമായ നടപടികൾ. അസുഖത്തിന്റെ ലക്ഷണങ്ങൾ കാണുമ്പോൾ തന്നെ ആശുപത്രിയിൽ എത്തി വൈദ്യസഹായം തേടണം. വീട്ടിൽ സ്വയം ചികിത്സ വേണ്ട എന്നാണ് അധികൃതരും പറഞ്ഞു വെക്കുന്നത്. പ്രായമായവർ, ചെറിയ കുട്ടികൾ, ഗർഭിണികൾ, വിട്ടുമാറാത്ത രോഗമുള്ളവർ എന്നിവർക്ക് രോഗം ഗുരുതരമാകാനുള്ള സാധ്യതയും കൂടുതലാണ്. അതിനാൽ അവരുടെ കാര്യത്തിൽ പ്രത്യേകം കരുതൽ വേണം. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ പ്രത്യാഘാതങ്ങൾ ആഗോളതലത്തിൽ ചർച്ചയാകുമ്പോൾ യുഎഇ പോലുള്ള രാജ്യങ്ങളിൽ അത് പ്രവാസികളുടെ ദൈനംദിന ജീവിതത്തെയും ആരോഗ്യത്തെയും കൂടി നേരിട്ട് ബാധിക്കുന്നതാണ്. പതിവിലും നേരത്തെ എത്തുന്ന തണുപ്പും അപ്രതീക്ഷിതമായ മൂടൽമഞ്ഞും വായുവിലെ പൊടിയുടെ അളവ് കൂടുന്നതും രോഗാവസ്ഥകൾ വർദ്ധിപ്പിക്കുന്നുണ്ട്. പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യമാണ് ഏറ്റവും വലിയ സമ്പാദ്യം. ജോലി തിരക്കിനിടയിൽ സ്വന്തം ശരീരം നൽകുന്ന സൂചനകൾ ഒരു കാരണവശാലും അവഗണിക്കരുത്. യുഎഇ ആരോഗ്യ മന്ത്രാലയം നൽകുന്ന ജാഗ്രതാ നിർദ്ദേശങ്ങൾ പാലിക്കുന്നതിലൂടെയും കൃത്യമായ മുൻകരുതലുകൾ എടുക്കുന്നതിലൂടെയും മാറുന്ന കാലാവസ്ഥയിലെ രോഗങ്ങളെ നമുക്ക് അതിജീവിക്കാൻ സാധിക്കും. കോവിഡ് കാലത്ത് നാം പാലിച്ചിരുന്ന പല കാര്യങ്ങളും തുടർന്നു കൊണ്ടുപോവുക. പ്രത്യേകിച്ച് കൈകൾ അണുവിമുക്തമാക്കൽ, മാസ്ക് ധരിക്കൽ എന്നീ ശീലങ്ങൾ ഫ്ലൂ വ്യാപനം തടയാൻ ഇപ്പോഴും ഫലപ്രദമാണ്. തിരക്കേറിയ മാളുകളിലും മെട്രോകളിലും യാത്ര ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ആരോഗ്യകരമായ ഭക്ഷണം ഈ സമയത്ത് ശീലമാക്കണം. അമിതമായി മധുരം അടങ്ങിയ ഭക്ഷണവും ജങ്ക് ഫുഡുകളുമൊക്കെ പ്രതിരോധ ശേഷിയെ താൽക്കാലികമായി കുറയ്ക്കാൻ കാരണമാകും. ഈ സീസണിൽ ഇത്തരം ഭക്ഷണങ്ങൾക്ക് പരമാവധി നിയന്ത്രണം ഏർപ്പെടുത്തുക. ഭക്ഷണം തന്നെ മരുന്ന് എന്ന തത്വം ഏറ്റവും കൂടുതൽ പ്രാവർത്തികമാക്കേണ്ട സമയം കൂടിയാണിത്. ജോലി തിരക്കിനിടയിൽ പലപ്പോഴും പ്രവാസികൾ ഹോട്ടൽ ഭക്ഷണങ്ങളെയാണ് ആശ്രയിക്കുന്നത്. എന്നാൽ ഫ്ലൂ പടരുന്ന ഈ സാഹചര്യത്തിൽ വീട്ടിലുണ്ടാക്കുന്ന പോഷക സമൃദ്ധമായ ഭക്ഷണത്തിന് മുൻഗണന നൽകണം. ശരിയായ ഭക്ഷണത്തോടൊപ്പം കൃത്യമായ ഉറക്കവും വിശ്രമവും കൂടി ചേരുമ്പോൾ മാത്രമേ വൈറസ് ബാധകളെ പൂർണ്ണമായും ചെറുക്കാൻ നമുക്ക് സാധിക്കൂ. ശരീരം നൽകുന്ന ചെറിയ സൂചനകൾ പോലും ശ്രദ്ധിക്കുകയും ആരോഗ്യകരമായ ജീവിതശൈലി പിന്തുടരുകയും ചെയ്യുക.